Hi dears, we were discussing the chapter vector integration in which we were discussing in the previous lectures Green's theorem and some problems on Green's theorem. Today we are discussing one more problem on Green's theorem and the extension of Green's theorem to region with holes. The next problem we are discussing problem 6 A part. Let R be the region bounded by a piecewise smooth simple closed curve C. Using Green's theorem, prove that half into line integral over C minus y dx plus x dy equal to area of R. Using the part A, find the area of the ellipse x equal to a cos t, y equal to b sin t, a greater than 0, b greater than 0, 0 less than or equal to t less than or equal to 2 pi. അപ്പോൾ ഇവിടെ എ പാർട്ടിൽ നമുക്ക് ചെയ്യാനുള്ളത് ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി മൈനസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ ഇക്വൽ ടു ഏരിയ ഓഫ് ആർ എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഇവിടെ ആർ എന്നുള്ള റീജിയൻ എന്ന് പറയുന്നത് ആർ ഈസ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ എ പീസ് വൈസ് സ്മൂത്ത് സിമ്പിൾ ക്ലോസ്ഡ് കർവ് സി. അപ്പോൾ ഒരു പീസ് വൈസ് സിമ്പിൾ ക്ലോസ്ഡ് കർവ്സ് ആയിട്ടുള്ള സി എന്നുള്ള സിമ്പിൾ ക്ലോസ്ഡ് കർവ് ബൗണ്ട് ചെയ്യുന്ന റീജിയൻ ആണ് ആർ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ആർ എന്നുള്ളതിനെ ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി മൈനസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ എന്നുള്ളത് കൊണ്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് യൂസ് ചെയ്യാം. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രീൻസ് തിയറം യൂസ് ചെയ്യാം. ഗ്രീൻസ് തിയറം പറയുന്നത് സപ്പോസ് ദാറ്റ് സി ഈസ് എ പീസ് വൈസ് smooth simple closed curve C bounding a simply connected region R. If P, Q, dou P by dou Y, dou Q by dou X are continuous on R, then integral over C P dx plus Q dy equal to double integral over R dou Q by dou X minus dou P by dou Y dA എന്നുള്ളതാണ്. ഇവിടെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ള C എന്നുള്ള കർവും R എന്നുള്ള റീജിയനും ഗ്രീൻസ് തിയറത്തിലെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുള്ള ഇൻ്റഗ്രൽ ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി മൈനസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രീൻസ് തിയറം യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ലെറ്റ് പി ഈക്വൽ ടു മൈനസ് വൈ ആൻഡ് ക്യൂ ഈക്വൽ ടു എക്സ് എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രീൻസ് തിയറത്തിൽ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഡോ ക്യൂ ബൈ ഡോ എക്സും ഡോ പി ബൈ ഡോ വൈ ആണ്. അപ്പോൾ ഡോ പി ബൈ ഡോ വൈ കാണാം. ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുന്നത് മൈനസ് 1 ഡോ ക്യൂ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ള വാല്യൂ കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ ഈ ഒരു ഗ്രീൻസ് തിയർ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി മൈനസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഗ്രീൻസ് തിയറം യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി മൈനസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ എന്നുള്ളതിനെ നമുക്ക് നമ്മൾ കൊടുത്തുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി മൈനസ് വൈ എന്നുള്ളത് പി പി ഡി എക്സ് പ്ലസ് എക്സ് എന്നുള്ളത് ക്യൂ ക്യൂ ഡി വൈ എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. നൗ ബൈ ദി ഗ്രീൻസ് തിയറം വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇനി നമുക്ക് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇറ്റ്സ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് ഡോ ക്യൂ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് 1 മൈനസ് ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു നമുക്ക് കിട്ടിയത് മൈനസ് 1 ഇൻറ്റു ഡി എ എന്നുള്ള ഫോമിൽ കിട്ടി. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ആണ്. ഇറ്റ്സ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ 1 മൈനസ് മൈനസ് 1 എന്ന് പറയുന്നത് 1 വന്നു. സോറി, ഇവിടെ ഒരു ഹാഫ് ഉണ്ട് കേട്ടോ. ഇവിടെയും ഹാഫ് ഇവിടെയുണ്ട്, ഇവിടെയും ഹാഫ് ഉണ്ട്. ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു ഡി എ എന്നുള്ള ഫോമിൽ കിട്ടി. അപ്പോൾ ഇത് നമുക്ക് ഹാഫും 2ഉം ക്യാൻസൽ ചെയ്തു. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡി എ എന്ന് കിട്ടി. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡി എ എന്നുള്ളത് ഏരിയ ഓഫ് ദി റീജിയൻ ആർ ആണ്. ഓക്കെ, ദർഫോർ ദി ഏരിയ ഓഫ് ദി റീജിയൻ ആർ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, റീജിയൻ ഓഫ് ആർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി മൈനസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ എന്നുള്ള ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർ എന്നുള്ള റീജിയൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത് using the A part,
ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി എലിപ്സ് x equal to a cos t, y equal to b sin t എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രോബ്ലത്തിൽ x equal to a cos t, y equal to b sin t എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് നമ്മൾ x equal to a cos t, y equal to b sin t, y equal to b sin t എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ t വേരി ചെയ്യുന്നത് 0 less than or equal to t less than or equal to 2π ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സി എന്ന് പറയുന്ന കേവ് എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന കേവിൽ 0 less than or equal to t less than or equal to 2π എന്നുള്ള ഫോമിലാണ് വാല്യൂസ് വരുന്നത്. അപ്പോൾ നമുക്ക് അറിയാം ഏരിയ കാണാനുള്ള ഫോർമുല ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി മൈനസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ എന്നുള്ള ഫോർമുല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് ഈക്വൽ ടു, അപ്പോൾ ഇതിന് എന്ത് വേണം, എക്സ് തന്നിട്ടുണ്ട്, ഡി എക്സ് കണ്ടുപിടിക്കണം. എക്സ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈക്വൽ ടു ബി സൈൻ ടി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഡി എക്സ് ഈക്വൽ ടു മൈനസ് എ കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി എന്നുള്ളതാണ്, മൈനസ് എ സൈൻ ടി ഡി ടി. ഡി വൈ ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് ബി കോസ് ടി ഡി ടി. ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക it's equal to half into double integral over c integral over c minus y എന്ന് പറയുന്നത് y equal to b sin t ആണ്. അപ്പോൾ മൈനസ് b sin t into dx is equal to minus a sin t dt, minus a sin t dt plus x എന്ന് പറയുന്നത് a cos t into b cos t dt, it's equal to half into integral over c ab sin square t plus ab cos square t dt എന്നുള്ളത് കിട്ടി. it's equal to ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി. ഇൻ്റഗ്രൽ ഓവർ സി എന്നുള്ളത് ഇവിടെ തന്നെ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി എന്ന് കൊടുക്കുന്നത് ലിമിറ്റ് കൊടുക്കാം. ഇൻ്റഗ്രൽ 0 to 2π എന്നുള്ളതാണ് ഇൻ്റഗ്രൽ ഓവർ സി വരുന്നത്. ഇൻ്റഗ്രൽ 0 to 2π, ഇൻ്റഗ്രൽ 0 to 2π എ ബി സൈൻ സ്ക്വയർ ടി പ്ലസ് എ ബി എന്നുള്ളത് കോമൺ ആണ്. കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി എന്നുള്ളത് വരും. അത് 1 ആണ്. അപ്പോൾ എ ബി ഇൻറ്റു ഡി ടി എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. ഇപ്പോൾ എ ബി നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. ഹാഫ് എ ബി ഇൻറ്റു ഡി ടി എന്നുള്ളതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടി കിട്ടും 0 to 2π എന്നുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്നത് ഇറ്റ്സ് ഈക്വൽ ടു ഹാഫ് എ ബി ഇൻറ്റു 2π എന്നുള്ളത് കിട്ടും. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ പൈ എ ബി എന്നുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏരിയ ഓഫ് ദി എലിപ്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഏരിയ ഓഫ് ദി എലിപ്സ് വിത്ത് ഡിസ്ക്രൈബ്ഡ് ബൈ എക്സ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈക്വൽ ടു ബി സൈൻ ടി, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π എന്നുള്ള എലിപ്സിൻ്റെ ഏരിയ എന്നുള്ളത് പൈ എ ബി എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ടെക്സ്റ്റിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. അത് നിങ്ങൾ ചെയ്ത് നോട്ടിൽ കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സ്റ്റൻഷൻ ഓഫ് ഗ്രീൻസ് തിയറം ടു റീജിയൻസ് വിത്ത് 2 ഹോൾസ്. നമ്മൾ ഗ്രീൻസ് തിയറം ഡിസ്കസ് ചെയ്തത് സപ്പോസ് ദാറ്റ് സി ഈസ് എ പീസ് വൈസ് സ്മൂത്ത് സിമ്പിൾ ക്ലോസ്ഡ് കർവ് ബൗണ്ടിങ് എ സിംപ്ലി കണക്റ്റഡ് റീജിയൻ ആർ എന്നുള്ള സിംപ്ലി കണക്റ്റഡ് റീജിയൻ വരുമ്പോൾ അതിനെ ബൗണ്ട് ചെയ്യുന്ന സി എന്ന് പറയുന്ന സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആവുന്ന സമയത്താണ് നമ്മൾ ഗ്രീൻസ് തിയറം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു സിംപ്ലി കണക്റ്റഡ് ആവണമെന്നില്ല, മൾട്ടിപ്ലൈ കണക്റ്റഡ് ആവുന്ന സമയത്ത് ഒരു റീജിയന്റെ മിഡിൽ ഹോൾസ് വരുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫിഗറിൽ തന്നതുപോലെയുള്ള മൾട്ടിപ്ലൈ കണക്റ്റഡ് ഡൊമൈൻ ആണ്, ഡബ്ലി കണക്റ്റഡ് ഡൊമൈൻസ് ആണ് ഈ ഒരു ഫിഗറിൽ വന്നിട്ടുള്ളത്. അത് ഹോൾസ് മിഡിൽ ഒരു ഹോള് വരുന്ന റീജിയണ്. ഈ റീജിയനെ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രീൻസ് തിയറം എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കർവുകൾ C1 എന്ന് പറയുന്ന ഒരു ഔട്ടർ കർവ്,
കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും C2 എന്ന് പറയുന്ന ഒരു കേവ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും തന്നിട്ടുണ്ട്. ഈ രണ്ട് കേവിൻ്റെയും കൂടെ യൂണിയൻ ആണ് C എന്നുള്ളത്. ഇൻ ഫിഗർ വി ഹാവ് ഷോൺ എ റീജിയൻ R bounded by a curve C that consists of two simple closed curves C1 and C2, that is C equal to C1 union C2. The curve C is positively oriented since if we transverse C1 in a counterclockwise direction and C2 in the clockwise direction, the region R is always on the left. If we now introduce a crosscut as shown in figure, the region R is divided into two subregions R1 and R2. By applying Green's theorem to R1 and R2, we obtain. Okay. നമ്മൾ പറഞ്ഞ കാര്യം ഇവിടെ C1 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും C2 എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുമാണ്. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള പാർട്ടാണ് C എന്നുള്ളത് എടുത്തിട്ടുള്ളത്. ഈ രണ്ട് കർവിന്റെയും കൂടെ ഇടയിൽ വരുന്ന പാർട്ടിനെ നമ്മൾ ഈ ഇടയിൽ വരുന്ന റീജിയനെ നമ്മൾ R എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ R എന്നുള്ള റീജിയനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ലൈൻ വരക്കുന്നു, ഇവിടെ ഒരു ലൈൻ വരക്കുന്നു. ഇനി ഇതിൽ മുകളിൽ വരുന്ന ഈ ഒരു പാർട്ടിനെ നമ്മൾ R2 എന്നുള്ളതുകൊണ്ടും താഴെ വരുന്നതിനെ നമ്മൾ R1 എന്നുള്ളതുകൊണ്ടും ഡിനോട്ട് ചെയ്യാം. അപ്പൊ R1ന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഈ പുറത്തുള്ള C1ന്റെ അലോങ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടുന്ന് പിന്നെ C2ന്റെ അലോങ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് പിന്നെ ഈ ഒരു ലൈൻ നമ്മൾ ക്രോസ് കട്ട് ചെയ്ത് ഈ ഒരു ലൈനിലൂടെ മൂവ് ചെയ്ത് വീണ്ടും ഇങ്ങോട്ട് വരുന്ന ഈ ഒരു പാർട്ടിനെ ഈ ഒരു പോർഷൻ നമ്മൾ എടുക്കുക. ഈ ഒരു പോർഷനെ നമ്മൾ ഈ ഒരു പോർഷൻ എടുക്കുക. ഇതാണ് R1 എന്നുള്ള റീജിയൻ വരുന്നത്, ഇതിന്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു റീജിയൻ. അപ്പൊ R1നെ ബൗണ്ട് ചെയ്യുന്നത് ഇത്രയും പാർട്ടാണ്. അതേപോലെ ഇനി R2 എന്നുള്ളത് നമ്മൾ മുകളിൽ കൊടുത്തുള്ളത് പോലെ നമുക്ക് നോക്കാം. വേറൊരു കളർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ R2 എന്നുള്ളത് ഇങ്ങനെ വന്ന് ഓക്കെ, ഇതും കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇത്രയും പാർട്ടാണ് R2 എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു R1ന്റെയും R2ന്റെയും കൂടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ, ഇതിന്റെ R1ന്റെയും R2ന്റെയും കൂടെ ബൗണ്ടറീസിന്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്രോസ് കട്ട് രണ്ട് പ്രാവശ്യം, ഒന്ന് ബ്ലൂ ലൈനിൽ ഇങ്ങോട്ടുള്ള ഡയറക്ഷനും ഈ അടുത്തത് യെല്ലോ ലൈനിൽ ഇങ്ങോട്ട് ഓറഞ്ച് കളറിലുള്ളത് ഈ ഡയറക്ഷനും. അപ്പൊ അത് രണ്ടും കൂടെ വരുന്ന സമയത്ത് അത് ക്യാൻസൽ ചെയ്ത് പോകും. അതേപോലെ തന്നെ ഇവിടെ ബ്ലൂ എന്നുള്ളത് ഈ ഡയറക്ഷനിലും റെഡ് എന്ന് പറയുന്നത് ഓറഞ്ച് കളറിൽ അപ്പുറത്തേക്കുള്ള ഡയറക്ഷനിലുമാണ്, അത് ക്യാൻസൽ ചെയ്ത് പോകും. ഇപ്പോൾ ബാക്കിയുള്ള ഭാഗം എന്ന് പറയുന്നത് ആറിന്റെ ബൗണ്ടറീസ് എന്ന് പറയുന്നത് വരുന്നത് R1 യൂണിയൻ R2, R1ന്റെയും R1 യൂണിയൻ R2 എന്ന് പറയുന്നതാണ് R എന്ന് പറയുന്നത്. ഡബിൾ ഇന്റഗ്രൽ ഓവർ R dou Q by dou X minus dou P by dou Y dA എന്നുള്ളതിനെ ഡബിൾ ഇന്റഗ്രൽ ഓവർ R1 dou Q by dou X minus dou P by dou A plus ഡബിൾ ഇന്റഗ്രൽ ഓവർ R2 dou Q by dou X minus dou P by dou Y dA എന്നുള്ള ഫോമിൽ ഡിനോട്ട് ചെയ്യാൻ പറ്റും. അതിന് ഇന്റഗ്രൽ ഓവർ C1 നമ്മൾ ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓവർ C1 P dx plus Q dy plus ഇന്റഗ്രൽ ഓവർ C2 P dx plus Q dy എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് C1 യൂണിയൻ C2 എന്നുള്ളതിനെ നമുക്ക് C എന്നുള്ളതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ടോട്ടൽ ഈ ഒരു ഇന്റഗ്രലിനെ ഇന്റഗ്രൽ ഓവർ C P dx plus Q dy എന്നുള്ള ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് സിമ്പിൾ ഒരു മൾട്ടിപ്ലൈ കണക്റ്റഡ് റീജിയൻ ആണ് എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. Evaluate the line integral over C minus y divided by x square plus y square dx plus x by x square plus y square dy, where C equal to C1 union C2. C1 is the square with the vertices 2, minus 2, 2, 2, minus 2, 2, minus 2, minus 2 in the counterclockwise direction, and C2 is the circle x square plus y square equal to 1 in the clockwise direction. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് we have to integrate integral over C minus y by x square plus y square dx plus x by x square plus y square dy along the curve C1 union C2. അപ്പോൾ C1 എന്ന് പറയുന്നത് ഇവിടെ ഫിഗറിൽ തന്നിട്ടുള്ള
ഇതാണ് വരുന്നത് ഫിഗറിൽ. അപ്പോൾ പോയിന്റ്സ് തന്നിട്ടുള്ള 2 - 2, അതേപോലെ 2 2 -2 2 -2 -2. ഈ പോയിന്റ്സുകൾ ബൗണ്ടറി ആയിട്ട് വരുന്ന ഒരു റെക്ടാങ്കുലർ സ്ക്വയർ, റെക്ടാങ്കുലർ അല്ല സ്ക്വയർ, അത് കൗണ്ടർ ക്ലോക്ക്വൈസ് ഡയറക്ഷനിലും. പിന്നെ അതേപോലെ C2 എന്നുള്ളത് x² + y² = 1. ഇവിടെ റേഡിയസ് 1 ആയിട്ട് വരുന്ന, സെന്റർ ഒറിജിൻ ആയിട്ട് വരുന്ന ഒരു സർക്കിള്. ആ സർക്കിള് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും വരുന്നു. ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ സർക്കിളും വരുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ വരുന്ന റീജിയൻ ആണ് R എന്നുള്ളത് വരുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ വരുന്ന റീജിയനെ നമ്മൾ R എന്നുള്ളത് കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഇടയിൽ വരുന്ന റീജിയനെ നമ്മൾ R എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ. അപ്പോൾ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഈ ഒരു വാല്യൂവിനെ നമുക്ക് pdx + qdy എന്നുള്ള ഫോമിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. C എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്ലൈ കണക്റ്റഡ് ഡൊമൈൻ ആണ്. അതായത് ഒരു ഡബിളി കണക്റ്റഡ് ഡൊമൈൻ ആണ്. അതിൽ ആ ഒരു റീജിയന് പീസ് വൈസ് സ്മൂത്ത് കർവ് ആണ്. അതിന്റെ ഇടയിലുള്ള R എന്നുള്ള റീജിയൻ എന്ന് പറയുന്നത് കണക്റ്റഡ് റീജിയൻ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ക്വാണ്ടിറ്റിയെ നമ്മൾ P എന്നുള്ളതുകൊണ്ടും ഈ ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ Q എന്നുള്ളതുകൊണ്ടും ഡിനോട്ട് ചെയ്യുന്നു. അതായത് P = നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് -y/x² + y² എന്നും Q = x/x² + y² എന്നുള്ളതും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ കാണണം, നമ്മൾ ∂P/∂y എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. നോക്കാം. P = ഇതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ∂P/∂y ഇവാലുവേറ്റ് ചെയ്യണം. ∂P/∂y = നമുക്ക് കിട്ടുന്നത് ഡിനോമിനേറ്റർ ഇൻറ്റു x² + y² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ -y യുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -1 പ്ലസ് -y ഇൻറ്റു പ്ലസ് അല്ല -y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ. ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ വരുന്നത് 2y. വിത്ത് റെസ്പെക്ട് ടു y ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഡിവൈഡ് ബൈ x² + y² ദി ഹോൾ സ്ക്വയർ. അപ്പം ഇറ്റ്സ് ഈക്വൽ ടു നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x² - y² പ്ലസ് y² ഇൻറ്റു 2y, അപ്പം പ്ലസ് 2y² ഡിവൈഡ് ബൈ x² + y² ദി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ വരും. ഇറ്റ്സ് ഈക്വൽ ടു ഇവിടെ -x² ആണ് വരുന്നത്. -1 കൊണ്ട് ഹോൾ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -x² - y². അപ്പോൾ നമുക്ക് കിട്ടുന്നത് y² - x² ഡിവൈഡ് ബൈ x² + y² ദി ഹോൾ സ്ക്വയർ എന്നുള്ള വാല്യൂ കിട്ടി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, Q = x/x² + y² എന്നുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ∂Q/∂x ഇതേപോലെ കാണാം. ∂Q/∂x ന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് ഇതേപോലെ സെയിം വാല്യൂ തന്നെയാണ്. y² - x² + y² ദി ഹോൾ സ്ക്വയർ എന്നുള്ള വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള integral over C -y/x² + y² dx plus x/x² + y² dy = we can write it as by the Green's theorem it's equal to integral over C pdx plus qdy എന്നുള്ള ഫോമിൽ ഇതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. It's equal to by the Green's theorem we can write it as double integral over R ∂Q/∂x minus ∂P/∂y dA. ഇവിടെ ∂Q/∂x ഉം ∂P/∂y ഉം സെയിം ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ അവയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 കിട്ടും. അപ്പോൾ ഈ ഒരു ഇന്റഗ്രേറ്റിന്റെ ടോട്ടലി ആയിട്ട് വാല്യൂ 0 എന്നുള്ളത് കിട്ടുന്നു. അങ്ങനെയാണ് എങ്കിൽ ഇന്റഗ്രലിന്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു റിസൾട്ടാണ് നമ്മൾ ഈ ഒരു റിമാർക്കിൽ പറയുന്നത്. ഇപ്പൊ ഈ ഒരു C1 C2 എന്ന് പറയുന്ന രണ്ട് കേവുകൾ, അത് C1 ഉം അവയുടെ ഇടയിൽ വരുന്ന R എന്ന് പറയുന്ന ഒരു റീജിയണ്. ഈ R എന്ന് പറയുന്ന റീജിയനിൽ ഒരു ഫംഗ്ഷൻ പി ക്യൂ എന്നുള്ള ഇന്റഗ്രൽ ഓവർ pdx plus qdy എന്നുള്ള ഫോമിൽ വരുമ്പോൾ പിയും ക്യൂവും അവയുടെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആണ് എങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റിസൾട്ട് നമ്മൾ പറഞ്ഞു. അതായത് ∂P/∂y = ∂Q/∂x എന്നുള്ള ഫോമിലാണ് വരുന്നത് എങ്കിൽ ഇന്റഗ്രൽ ഓവർ C
p dx plus q dy equal to double integral over r dou q by dou y minus dou p by dou x dA equal to ഈ വാല്യൂസ് ഈക്വൽ ആണ് എങ്കിൽ ഇറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി ഈക്വൽ ടു ഇന്റഗ്രന്റ് 0 വരും, ഈക്വൽ ടു 0 എന്ന് വരും. അതായത് ഇന്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്നുള്ളത് എന്തായിട്ട് വരും, 0 എന്ന് വരും. അപ്പൊ സി എന്ന് പറയുന്ന കേവ് എപ്പോഴാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത്? സി എന്ന് പറയുന്ന കേവ് ഒന്ന് C1 എന്ന് പറയുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും C2 എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഈ ഒരു C1 എന്ന് പറയുന്ന കൗണ്ടർ ക്ലോക്ക് വൈസിലും C1 യൂണിയൻ C2 അതിനെയാണ് നമ്മൾ C എന്നുള്ള ഫോമിൽ എടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു റിമാർക്കിൽ പറഞ്ഞിട്ടുള്ളത് let R be the region bounded by C1 and C2. Okay, suppose as shown in figure that C1 and C2 are two non-intersecting piecewise smooth simple closed path that have the same counterclockwise direction. ഇനി C1 ഫിഗറിൽ തന്നിട്ടുള്ളത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയുള്ള C2 എന്ന് പറയുന്ന കേവ് ആണ്. അപ്പോൾ C2 എന്നുള്ളത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് Cനെ നമ്മൾ എടുക്കുന്നത്. let R be the region bounded by C1 and C2. Let R bounded by the positively oriented curve C equal to C1 union minus C2. അപ്പോൾ C2 എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ഓറിയന്റഡ് ആയപ്പോൾ അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ വന്നപ്പോൾ നമ്മൾ Cനെ നമ്മൾ എടുത്തത് C1 യൂണിയൻ മൈനസ് C2 എന്നുള്ള ഫോമിൽ നമ്മൾ C1നെ എടുക്കുന്നു. അപ്പോൾ മൈനസ് C2 എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എടുത്ത സെയിം കണ്ടീഷൻ ആണ് വരുന്നത്. ഇനി ഇവിടെ ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് ആണ് എങ്കിൽ നമ്മൾ പറഞ്ഞു ഇന്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ഇതിന്റെ വാല്യൂ നമുക്ക് 0 എന്നുള്ളത് കിട്ടും. അപ്പൊ ഇന്റഗ്രൽ ഓവർ സി എന്നുള്ളതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇന്റഗ്രൽ ഓവർ C1 പ്ലസ് ഇന്റഗ്രൽ ഓവർ മൈനസ് C2 എന്നുള്ള ഫോമിൽ എടുക്കാൻ പറ്റും. പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്നുള്ളത് വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇനി മൈനസ് C2 എന്നുള്ളതിനെ നമുക്ക് എന്താ എഴുതാൻ പറ്റും? ഇന്റഗ്രൽ ഓവർ C1 മൈനസ് ഇന്റഗ്രൽ ഓവർ C2 എന്നുള്ള ഫോമിൽ എടുക്കാൻ പറ്റും. ഇറ്റ്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ അതായത് ഇന്റഗ്രൽ ഓവർ C1 പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ C2 പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇന്റഗ്രൽ ഓവർ C1 പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ C2 പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടി. നമുക്ക് ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോബ്ലം ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലൈൻ ഇന്റഗ്രൽസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഫോർമുലാസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു C1 എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് കർവ് ആണ് എങ്കിൽ ഇപ്പൊ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് C1 എന്ന് പറയുന്നത് നമുക്കിപ്പോ നേരത്തെ ഇവിടെ C1 എന്ന് പറയുന്ന ഒരു C1 എന്നുള്ളത് ഒരു കോംപ്ലിക്കേറ്റഡ് കർവ് ആണ്. ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമുക്ക് ഇതിനെ വാല്യൂവേറ്റ് ചെയ്യുന്നത് എളുപ്പമല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഉള്ളിൽ വരുന്ന ഒരു C2 എന്ന് പറയുന്ന വേറെ ഒരു ചെറിയ കർവ് എടുക്കുക, ഒരു സർക്കിളൊക്കെ പോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കർവ് എടുക്കുക. ഇത് നമുക്ക് ഉപയോഗിച്ചിട്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ C1 കാണുന്നതിന് പകരം ഇന്റഗ്രൽ ഓവർ C2 കണ്ടാൽ മതി. പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നത് ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലം നോക്കാം. ലെറ്റ് C be the square with vertices 2, -2, 2, 2, -2, 2, -2, -2 in the counterclockwise direction. Evaluate the line integral over C minus y by x square plus y square dx plus x by x square plus y square dy. അപ്പോൾ ഇവിടെ നമുക്ക് C എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേപോലെയുള്ള സ്ക്വയർ ആണ് വരുന്നത്. സ്ക്വയർ വിത്ത് വെർട്ടിസസ് 2, 2 -2, 2 -2, 2, 2, അതേപോലെ -2, 2, -2, -2. ഓക്കെ, അപ്പോൾ ഇത് ജോയിൻ ചെയ്യുന്ന ഈ രീതിയിലുള്ള ഒരു സ്ക്വയർ ആണ് വരുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ലൈൻ ഇന്റഗ്രൽസ് ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് ലൈൻ ഇന്റഗ്രൽസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 4 ലൈനിന്റെയും ഇക്വേഷൻ കണ്ട് 4 ലൈനിലും നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് വരും.
അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നമ്മൾ p equal to ഇവിടെ p equal to minus y by x square plus y square ഉം q equal to x by x square plus y square എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞു dou p by dou y equal to dou q by dou x എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിപ്പോൾ പറഞ്ഞ റിമാർക്കിൽ പറഞ്ഞ കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാർട്ടിനെ നമ്മൾ C1 എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ C എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ C1 എന്ന് പറയുന്ന ഒരു പുതിയ കർവ് എടുക്കുക, ഈ കർവ് എന്ന് പറയുന്നത് x square plus y square equal to 1 എന്നുള്ള സിമ്പിൾ ക്ലോസ് അല്ലെങ്കിൽ യൂണിറ്റ് സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ഒറിജിന് സെന്റർ ആയിട്ട് യൂണിറ്റ് റേഡിയസ് വരുന്ന x square plus y square equal to 1 എന്നുള്ള സർക്കിൾ നമ്മൾ C1 എന്നുള്ള ഫോമിൽ എടുക്കുക. അപ്പോൾ C1 ന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ വരിക x equal to cos t, y equal to sin t എന്നുള്ളതാണ് ഇതിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രീൻസ് തിയറം ഉപയോഗിക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ p equal to നമ്മൾ പറഞ്ഞു p equal to minus y by x square plus y square ഉം q equal to x by x square plus y square ആണ്. നമ്മൾ dou p by dou y equal to y square minus x square by x square plus y square, dou q by dou x is equal to y square minus x square by x square plus y square എന്നുള്ള ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് dou p by dou y equal to dou q by dou x ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, integral over C1 p dx plus integral over C1 p dx plus integral over C1 p dx plus q dy equal to integral over C2 p dx plus q dy എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഈ C1 ന്റെയും C2 ന്റെയും ഇടയിൽ വരുന്ന R എന്നുള്ള ഒരു റീജിയൻ, ആ ഒരു റീജിയനിൽ ത്രൂ ഔട്ട് ആയിട്ട് p യും q യും അവയുടെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആണ് എങ്കിലാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ p യും q യും റാഷണൽ ഫംഗ്ഷൻസ് ആണ്. ഇത് കണ്ടിന്യൂസ് അല്ലാതെ വരുന്നത് ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ്സിലാണ്. ഇത് ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. x square plus y square equal to 0 വരുന്ന പോയിന്റ് ആണ്. അതായത് x equal to 0 y equal to 0 ൽ മാത്രമാണ് ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാതെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കണ്ടീഷൻ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്റഗ്രൽ ഓവർ C1 minus y by x square plus y square dx plus integral over C ഇത്രയും പാർട്ടിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, C1 എന്നുള്ളത് കൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇന്റഗ്രൽ ഓവർ C1 minus y by x square plus y square dx plus x by x square plus y square dy എന്നുള്ളതുകൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പാരാമീറ്റർ C1 ന്റെ പാരാമീറ്റർ റെപ്രസെന്റേഷൻ നമ്മൾ എടുത്തത് x equal to cos t, y equal to sin t, 0 less than or equal to t less than or equal to 2pi എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ dx is equal to വരുന്നത് minus sin t dt, dy equal to cos t dt എന്നുള്ള ഫോമിൽ വരും. പിന്നെ x square plus y square equal to ഡിനോമിനേറ്റർ വരുന്ന x square plus y square equal to നമുക്ക് എന്താ കിട്ടുക, cos square t plus sin square t equal to 1 കിട്ടി. അപ്പോൾ ഇതിൽ ഇനി നമ്മൾ എന്ത് ചെയ്യാം, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് y എന്നുള്ളത് എന്ത് വരും, മൈനസ് y equal to minus sin t into dx is equal to minus sin t dt plus x equal to cos t into dy equal to cos t dt. So ഇന്റഗ്രലിന്റെ വാല്യൂ C1 എന്ന് പറയുന്നത് 0 to 2pi ആണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റഗ്രൽ 0 to 2pi minus sin t into minus sin t dt plus cos t into cos t dt എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ it's equal to integral 0 to 2pi sin square t plus cos square t dt എന്നാണ് വരിക. sin square t plus cos square dt എന്ന് പറയുന്നത് 1 dt എന്നുള്ള ഫോമിൽ വരും. it's equal to 1നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ t 0 to 2pi ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2pi എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റിൽ അത് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് ടെക്സ്റ്റിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. ഓക്കെ,
ഇനി നമുക്ക് ഈ ഒരു പാർട്ടിലുള്ളത് കുറച്ചുകൂടെ എക്സസൈസിലുള്ള സപ്ലിമെൻ്ററി പ്രോബ്ലംസ് ആണ്. ഈ പ്രോബ്ലംസ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും വർക്ക്ഔട്ട് ചെയ്യണം. ഗ്രീൻസ് തിയറം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. മസ്റ്റ് ആയിട്ടും സപ്ലിമെൻ്ററി പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.